അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി. പക്ഷേ ഞാൻ ചുട്ടത് അപ്പമല്ല, പഴംപൊരിയാണ്. ഈ പഴംപൊരി എങ്ങോട്ടേക്കാണെന്നല്ലേ കുന്നുപോലെ ഉണ്ടാക്കി വെച്ചത്. ഇതിൻ്റെ മോളുടെ സ്കൂളിലേക്ക് പലഹാരമേളയാണ് കേട്ടോ ഗൈസ്. അതിന് വേണ്ടിയിട്ടാണ് ഈ A4 ഷീറ്റിൽ നമ്മുടെ സാധനം എന്താണെന്ന് എഴുതിയിട്ട് അവളുടെ പേരും എഴുതിയിട്ട് കൊടുക്കണമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഉണ്ടാക്കിയത് പഴംപൊരിയല്ലേ, അപ്പോൾ പഴംപൊരി തന്നെ എഴുതാമെന്ന് വിചാരിച്ചു. അത് പഴംപൊരി ആട്ടോ ഞാൻ വരച്ചത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എൻ്റെ മോൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്. അതറിയാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല ചുവന്ന ചെമല കളറിൽ പഴംപൊരിയെന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയും വെക്കുന്നുണ്ട്. അങ്ങനെ ആ പേപ്പർ ഒരു തട്ടിക്കൂട്ട് പേപ്പറൊക്കെ ആക്കി കുറച്ച് സ്മൈലുകളൊക്കെ വരച്ച് സെറ്റാക്കി അവളുടെ പേരും അതിൻ്റെ താഴെ എഴുതി കൊടുത്തു വിട്ടു. അങ്ങനെ സ്കൂളിലെത്തി നോക്കുമ്പോൾ ആ പലഹാരങ്ങൾ നിരയായിട്ട് കിടക്കുന്നുണ്ട്. മോളുടെ 1ാം ക്ലാസ്സിലെ ബുക്കിലൊരു പലഹാര പാട്ടുണ്ട് കേട്ടോ. ആ പലഹാരപ്പാട്ട് പോലെ ഇതാ എത്ര വിഭവങ്ങളാണ് മക്കളൊക്കെ കഷ്ടപ്പെട്ട്, ഓരോ വീട്ടിലെ അമ്മമാരും മക്കളുടെ സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് അവരുടെ എന്ത് ആഗ്രഹം പറഞ്ഞാലും ഉണ്ടാക്കി കൊടുക്കുമെന്നറിയാം. അപ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്താലും നമുക്കത് സന്തോഷമാണല്ലേ. അപ്പോൾ ടീച്ചേഴ്സും കുട്ടികളൊക്കെ ഇതെല്ലാം അടിച്ചു മാറി